നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ക്രിറ്റിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ഡെയിലി വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഒരു നിഫ്റ്റി കൃത്യമായിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിഫ്റ്റി താഴേക്ക് അത് ഓപ്പൺ ചെയ്തു. ആദ്യത്തെ ഒരു മണിക്കൂർ ഒരു മൂവ്മെന്റ് തന്നു, അതിനുശേഷം അനങ്ങിയിട്ടേ ഇല്ല നിഫ്റ്റി സംബന്ധിച്ച്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ വല്ലാതെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് താഴേക്ക് വന്നു, ഒരു മൂവ്മെന്റ് ഒന്നും സത്യം പറഞ്ഞ ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിന് വളരെയധികം കഷ്ടപ്പെട്ടാണ് മൂവ്മെന്റ് കിട്ടുന്നത്. ആദ്യത്തെ ഒരു മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസയും കൊണ്ട് എവിടെയെങ്കിലും പോകും, അല്ലാതെ ഒരു മൂവ്മെന്റും മാർക്കറ്റ് തരുന്നില്ല. ഇറിറ്റേറ്റിംഗ് ആണ്, വല്ലാതെ ഇറിറ്റേറ്റിംഗ് മാർക്കറ്റാണ് ഈ മാർക്കറ്റ്. അതായത് മാർക്കറ്റ് വോളിയം ഇല്ല. വോളിയം ഇല്ലാത്ത മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലെ ഓർഡർ ഫ്ലോ പ്രകാരം നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്കകത്ത് ആക്ച്വലി വല്ലാതെ ഒരു സെല്ലിങ് ഇല്ല ബാങ്ക് നിഫ്റ്റിക്കകത്ത്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിക്കകത്ത് ഒരു ആക്ച്വലി 3657 സെല്ലിങ് മാത്രമാണ്. ബാങ്ക് നിഫ്റ്റി ഒരു മൂവ്മെന്റും ഇല്ല. വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് ആണ്. ഈ ക്യാൻഡിൽ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യുമെന്ന് വെച്ചാൽ വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ്. ട്രേഡിംഗ് വളരെ പോസിബിൾ അല്ല, റിസ്കി ആയിട്ടുള്ള ഭാഗത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ട്രേഡിംഗ് റിസ്കി ആയിരുന്നു. അതേ സമയത്ത് നിങ്ങൾ നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾ നിഫ്റ്റിക്കകത്ത് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നിഫ്റ്റിക്കകത്താണെങ്കിൽ കുറച്ച് ഡിമാൻഡ് ഇന്നലെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 24,988 ഭാഗത്ത് നിന്നുള്ളൊരു ബൈയിങ് ഇംബാലൻസ് ഉണ്ടായിരുന്നു. ആ ബൈയിങ് ഇംബാലൻസ് ഇന്നലെ വൈകിട്ട് വരെ അവൻ ക്ലോസ് ചെയ്തു. അതിന് മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് സെൽ ഓഫ് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി നിഫ്റ്റിയെ സംബന്ധിച്ച് ഹയർ സൈഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. ലോവർ സൈഡിൽ ആ ഡിമാൻഡ് ഇപ്പോഴും പ്രിവെയിലായി നിൽക്കുന്നുണ്ട്. സോ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ സ്ട്രക്ചർ പ്രകാരം നിഫ്റ്റി എന്ന് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ പി ഷേപ്ഡ് പ്രൊഫൈലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് നോർമൽ ഡേ ആണ്, സ്ട്രക്ചർ വെച്ച് പി ഷേപ്ഡ് പ്രൊഫൈൽ. ഇന്നലത്തെ വിവാപ്പ് ആൻഡ് പി ഒ സി വന്നിരിക്കണം ഏകദേശം 25,035 ഭാഗത്താണ് വന്നിരിക്കണം. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ഫ്രഷ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ 25,000 ഇന്നലെ വന്ന ഹൈ 25,087 മുകളിൽ മാത്രമേ നിങ്ങൾ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,158 അതിന് മുകളിൽ 25,240 അതിന് മുകളിൽ 25,346 എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പം നിഫ്റ്റി പുതിയ ഹൈ അടിക്കുമെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് സ്കൈ ഈസ് ഹൈ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തോളുക. 25,088 മുകളിൽ മാത്രമേ ഇനി ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് മൂവ്മെന്റ് വരുള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 147 അതിന് മുകളിൽ എത്രയാണ് 246, അതിന് മുകളിൽ 346 എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി താഴോട്ട് വരുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,975 സ്ട്രോങ് സപ്പോർട്ടാണ്. 24,975 പൊട്ടുകയാണെങ്കിൽ 24,885 അതിന് താഴെ 24,848 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ടെസ്റ്റ് ചെയ്യായിരിക്കും. ഈ 24,840 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരാനും കുറച്ച് പി ഒ സികളായ 24,758 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ടെസ്റ്റ് ചെയ്യാൻ നിഫ്റ്റി സംബന്ധിച്ച് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓർത്തോളുക, 24,848 എന്ന് പറയുന്ന ഈ പി ഒ സി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും കമ്പൈൻഡ് പ്രൊഫൈലിനെ ഈ പി ഒ സി ആണ്. നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, നിഫ്റ്റി വലിയ മൂവ്മെന്റ് ഒന്നും മാർക്കറ്റ് വന്നിട്ടില്ല. ഒരു മൂവ്മെന്റും നിഫ്റ്റി മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മൂവ്മെന്റ് നമുക്ക് എങ്ങനെ പോകുമെന്ന് നമുക്ക് ഒരു കാര്യവും പറയാനും പറ്റില്ല. മാർക്കറ്റ് നമുക്ക് ആ മൂവ്മെന്റ് ഒന്നും പറയാൻ പറ്റില്ല. സോ ഈ ലെവൽ ഞാൻ എന്തായാലും ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കാം, നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇന്നലത്തെ പി ഒ സി നിങ്ങൾക്ക് എത്രയെന്ന് അറിയാമായിരിക്കുമല്ലോ, 25,035 നമ്മളെ സംബന്ധിച്ചുള്ള പി ഒ സി 25,335. അതിന് മുകളിൽ അതാണ് നമ്മുടെ പി ഒ സി. നമുക്ക് ആ പി ഒ സി ഞാൻ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് നമുക്ക് അതിന് 25,088 ആയിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ്. ഫസ്റ്റ് 25,088 ആണ് നമ്മുടെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് റെസിസ്റ്റൻസ്. ഇതിന് മുകളിൽ മാത്രം നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് എടുത്തായി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ 25,143, അതിന് മുകളിൽ 25,246, 25,246, അതിന് മുകളിൽ 25,335,
346. സത്യം പറഞ്ഞാൽ ഇതിവിടെ മുകളിലോട്ട് റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ ഞാനിത് SD ബാങ്കിൻ്റെ ആ ഒരു കാൽക്കുലേഷൻസാണ് ഈ ലെവൽ വന്നിട്ടുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,980 ഒരു സപ്പോർട്ടാണ്. അത് നമ്മൾ ഇന്നലെ വന്ന ഒരു ബൈയിങ് ഇംബാലൻസ് ആണ്. അപ്പോൾ ആ 980 ഞാൻ വച്ചിട്ടുണ്ട്. ആ 980 പൊട്ടുകയാണെങ്കിൽ 24,885 എന്ന് പറഞ്ഞ ആ ഒരു ലെവലും, അതിന് താഴെ 24,848 എന്ന് പറഞ്ഞ POC. ഈ 848 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് റിവേഴ്സിലേക്ക് വരാനും, അത് എത്രയൊക്കെയാണ് 24,758 എന്ന് പറഞ്ഞ ആ ലെവലിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് POC ആയതുകൊണ്ട് ഞാൻ POCയുടെ കളറാണ് വെച്ചേക്കുന്നത്. കാരണം അത് ഒറിജിനൽ POC VPOX ആണ്. അത് ഇനിയും ടച്ച് ചെയ്യാനുള്ള സാധനമുണ്ട്, അത് വെച്ചേക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ നിഫ്റ്റി ഇന്നത്തെ നിഫ്റ്റിയുടെ മോർണിംഗിൽ നമ്മുടെ നിഫ്റ്റിയുടെ ലെവലാണ്. സോ ഇത് വ്യക്തമായി നിങ്ങൾ ഓർത്തോളാം. ഈ ലെവലായിരിക്കും ഇന്ന് മാർക്കറ്റ് നമുക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള അടുത്തത് പറഞ്ഞാൽ നമ്മളെ ബാങ്ക് നിഫ്റ്റി ലെവൽ. നമുക്കിനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. P ഷേപ്ഡ് പ്രൊഫൈൽ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. ആദ്യത്തെ ഒരു മണിക്കൂർ ശേഷം ആശാന് വലിയ മൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ല. സോ ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെയാണ് ഒരു P ഷേപ്ഡ് പ്രൊഫൈലാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്നത്തെ POC വന്നിരിക്കുന്നത് 51,250. ഇനി ഓർക്കണം, 51,370 മുകളിൽ മാത്രമേ നമുക്കിനി ഫ്രഷ് ബൈ ഉള്ളൂ. 51,370 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 51 എത്രയാണ് 431 അതിന് മുകളിൽ അടുത്ത എത്രയാണ് 51,520 അതിന് മുകളിൽ 51,600 എന്ന് പറഞ്ഞാൽ ഈ POCയും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇനി താഴോട്ടാണെങ്കിൽ 51,140 58 താഴെ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് മാർക്കറ്റ് എവിടേക്ക് പോവാം, 51,030ക്കും അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ തിരിച്ച് 50,855 എന്ന് പറഞ്ഞ ആ ലെവലും, അതിന് താഴെ 50,007 എത്രയാണ് 855ഉം അതിന് താഴെ 50,755 എന്ന് പറഞ്ഞാൽ ഈ POCയിലേക്കും ഈ ഒരു വാല്യൂയിലെ ഹൈയിലേക്കും 758 താഴെ 50,560യിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇതായിരിക്കും നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ. ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ലെവലും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. മാർക്ക് ചെയ്ത് വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ബാങ്ക് നിഫ്റ്റി എത്രയാണ് നമ്മളെ 51,250 ആണ് നമ്മളെ ഇമ്പോർട്ടൻറ്റ് POC. നമ്മളെ ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 51,370 ആണ് നമ്മളെ റെസിസ്റ്റൻസ്. അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇനി റെസിസ്റ്റൻസ് വരച്ചു, അതിൻ്റെ കളർ കറുപ്പാണ്, അത് കൊടുത്തു. ഇനി അതിന് മുകളിൽ 51,430 51,430 അതിന് മുകളിൽ 51,520 അതിന് മുകളിൽ 51,600 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാർഗറ്റ് നമുക്ക് ഞാൻ ഈ വലിയ ടാർഗറ്റ് മാർക്കറ്റിലില്ല, വോളിയം കുറവാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് വലിയ കാര്യമില്ല. ഇനി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അടുത്ത എത്രയാണ് 51,158 നമ്മളെ സംബന്ധിച്ച് സപ്പോർട്ടാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ആ 50,158 സപ്പോർട്ട് ഇവിടെ ഞാൻ വരയ്ക്കുകയാണ്. ആ സപ്പോർട്ടിൻ്റെ കളർ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, പച്ച. ഞാൻ താഴെ 51,030 അതൊരു സപ്പോർട്ടാണ്. ഓക്കെ, അത് ആ സപ്പോർട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അത് വെച്ചു. അതിന് താഴെ അടുത്ത വരുന്നത് എത്രയാണ് 58,55 അതിന് താഴെ 5720. ഇതായിരിക്കും നമ്മുടെ മാർക്കറ്റിലെ ഒരു 760. ഇതാണ് നമ്മുടെ മാർക്കറ്റിലെ ഒരു മൂവ്മെൻ്റ് ഉള്ള ഏരിയ. ഓർത്തോളുക, മാർക്കറ്റ് ആദ്യത്തെ ഒരു മണിക്കൂർ വന്നതിന് ശേഷം മൂവ്മെൻറ്റ് കിട്ടാൻ വളരെ പാടാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ലെവൽ വെച്ചുള്ള പോയിന്റ് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റ് എടുക്കുക, മാറുക. അത് കിട്ടി 40, 50, 30 പോയിന്റ് ആയിക്കോട്ടെ, എത്ര കിട്ടിയാലും അത് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. മാർക്കറ്റ് ഒരു മെയിൻറ്റെയിനിങ് അല്ല. ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ കൂടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു വീക്കിൽ. പക്ഷേ അത് എത്രത്തോളം പോകുമെന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും എൻ്റെ കണക്ക് വെച്ച് ഈ ആഴ്ച ഈ വീക്കിലി പ്രൊഫൈലും ബാലൻസ് തന്നെ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിക്കും നൽകാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഈ മോർണിംഗ് റിപ്പോർട്ട് ഒന്ന് കാണുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ചൊവ്വാഴ്ച ദിവസത്തിലേക്ക് നല്ലൊരു ചൊവ്വാഴ്ച ട്രേഡിംഗ് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സൈൻ ഓഫ് ചെയ്ത് നിങ്ങൾ സ്വന്തം വിഷ്ണുഗുപ്തൻ. ഗുഡ് മോർണിംഗ് ആൻഡ് ടേക്ക് കെയർ.